welcome back to our channel. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് സ്ലിപ്പറി ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് വിത്ത് ചോപ്സ്റ്റിക്. ഗയ്സ് ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഈറ്റിംഗ് ചാലഞ്ച് കൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് ചോപ്സ്റ്റിക് വെച്ചിട്ട് ഗയ്സ് നമ്മൾ ഈ പേര് പോലെ തന്നെ ഈ സ്ലിപ്പറി ഫുഡ് നമുക്ക് കൈകൊണ്ട് എടുത്ത് കഴിക്കുന്നതിന് പകരം വേറെ എന്ത് വെച്ച് കഴിക്കുകയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ചോപ്സ്റ്റിക് വെച്ചിട്ടാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. അതെ, ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നെ മര്യാദയ്ക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഈ ചോപ്സ്റ്റിക് വെച്ചിട്ടുള്ള തിന്നുന്ന വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ കൂട്ടത്തിലൊരു പക്ഷെ ഈ സാധനം വെച്ചിട്ട് കഴിക്കാന്നുള്ള ഓൾറെഡി ബുദ്ധിമുട്ടാണ്. ഓരോ നമ്മൾ ഇത്തവണ കഴിക്കാൻ പോകുന്നത് സ്ലിപ്പറി ഫുഡ് കൂടിയാണ്. സ്ലിപ്പറി ഫുഡായിട്ട് സല്ല എന്തൊക്കെ ഇൻവെൻഷൻ ആണെന്ന് കൊണ്ടുവച്ചിട്ടുള്ളത് നമുക്കറിയില്ല. അതിനും സത്യം പറയാം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക എന്തൊക്കെയാണ് ഈ സ്ലിപ്പറി ഫുഡ് എന്നുള്ളത്. എനിക്ക് തോന്നുന്ന പുഡിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജെല്ലി പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തില്ലായിരുന്നു ഒരിങ്ങനെ സ്പൂണൊക്കെ ഉണ്ടാകാം. അതുണ്ടാവട്ടെ, കാര്യം ഇങ്ങനെ ജിഗിൾ ചെയ്ത് കളിക്കുന്ന സാധനല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ കാരമൽ പുഡിങ്, നൊങ്കൊക്കെ ഉണ്ടാവോ? നൊങ്ക്, ഇളനീര്, അങ്ങനത്തെ നൊങ്ക് ചിലപ്പോ ഉണ്ടാവാൻ മതിയോ? ഈ നൊങ്കൊക്കെ ഇങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കാൻ പാടില്ല സ്ഥലം, കുത്തിയെടുക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ഈ ചൈനീസുകാര്, ജാപ്പനീസ്, കൊറിയൻ അങ്ങനെയൊക്കെ ആൾക്കാർ എടുക്കൂല. ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് എടുത്ത് കഴിച്ചാലേ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റൂ. ഇതാണോ ഇതിന്റെ ട്രിക്ക് എന്ന് എനിക്കൊരു ഡൗട്ട്. അത് അപ്പൊ ഗയ്സ് നമ്മുടെ ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓരോ റൗണ്ടിലും ഓരോ മിനിറ്റ് ടൈമാണ് ഉണ്ടാവുക. ആ റൗണ്ടിൽ വരുന്ന ഫുഡ് നമ്മൾ 1 മിനിറ്റിനുള്ളിൽ ആരാണോ ഏറ്റവും കൂടുതൽ കഴിച്ചു കഴിയുന്നത് അവരായിരിക്കും ആ റൗണ്ടിൽ വിന്നർ ആവുന്നത്. അപ്പൊ കടന്നാലോ തുടങ്ങിയാലോ പോരാട്ടം. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് കടക്കാം ഗയ്സ്. ഫസ്റ്റ് റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് കാടമുട്ടയാണ് ഗയ്സ്. ഫുഡായിട്ട് കൊണ്ടുവച്ചതാണ് കാടമുട്ട. അതിന്റെ മുകളിൽ വെളിച്ചെണ്ണ ഉണ്ട്, മുളക് പൊടി വേണ്ടിട്ട് വെളിച്ചെണ്ണ മുളക് പൊടി എല്ലാം കൂടെ ആക്കിയിട്ടുണ്ട്. സാധാരണ നമുക്ക് ഈ കോഴിമുട്ട ഒക്കെ പുഴുങ്ങിയാൽ തന്നെ അത് സ്ലിപ്പറിയാണ്. ഈ ചോപ്സ്റ്റിക്കിൽ എടുക്കാൻ പറ്റൂല. കോഴിമുട്ട വലുതാണല്ലോ, അപ്പൊ കുറച്ചും കൂടി നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ചെറുതായോണ്ട് ഇതിൽ ഇങ്ങനെ ഇങ്ങനെ തെന്നി പോകും. അതാണ് എന്റെ ഉദ്ദേശം. എനിക്ക് ഉദ്ദേശം വർക്ക്ഔട്ട് ആവുന്ന എനിക്ക് തോന്നുന്നത്. ഇത് വർക്ക് ആവില്ല. അപ്പൊ തുടങ്ങുക ഗയ്സ്. എനിക്ക് തോന്നുന്നു ഇതിന് 1 മിനിറ്റ് ഒന്നും ആവശ്യമില്ല. ഞാൻ ചിലപ്പോ 10 സെക്കൻഡ്സ് കൊണ്ട് കഴിച്ചെന്ന് വരാം. കാണാൻ പറ്റും. കണ്ടോരെ നോക്കി നിന്റെ പോയി. കിട്ടുന്നില്ലടാ. കണ്ണു വെച്ചതാ ഞാൻ. തങ്കം കണ്ടിരുന്നു. വേണ്ട വേണ്ട, സ്ലിപ്പായി പോയി. പിടിച്ച ശരിയല്ല ഗയ്സ്. ഇതെന്ത് 4 അല്ലത് 15 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. ഓവർ കോൺഫിഡൻസ് ഇട്ട് ചളാക്കിയ ഇതെന്താ കിട്ടും. എനിക്ക് 2 എണ്ണം കിട്ടിയിട്ടുള്ളത്. ഇറക്കണം. എന്നാലും ഞാനീ കളിയിലില്ലല്ലോ. ഫ്ലിപ്പായിരുന്നു. ആറെണ്ണം ബാക്കിയാ. ഞാൻ ഇറങ്ങി. കുറച്ചു നേരം എനിക്ക് പോയി, ബാക്കി എനിക്ക് കിട്ടിട്ടോ. ഞാൻ തുടക്കത്തിൽ എനിക്ക് എന്തോ കിട്ടി, പിന്നെ കിട്ടണേ ഇല്ല. 2 തിന്നുള്ളൂ ഗയ്സ്. അപ്പൊ അതിനെക്കാളും പിന്നാലെ ഓടി കളിക്കില്ലായിരുന്നു. ഇത് കിട്ടില്ല. 3 കഴിച്ചു. ഇതുണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ 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 പോവാണ്. ഇതേതിന്റെ പണി ഇവിടെ. ചോപ്സ്റ്റിക് അങ്ങനെയല്ലേ പിടിക്കേണ്ടത്. ക്രോസ് ആക്കി പിടിച്ചാ എങ്ങനെ കിട്ടുക? ഇത് ഇങ്ങനെ ക്രോസ് ആക്കി പിടിച്ചാ എങ്ങനെ കിട്ടാ? ഇങ്ങനെയല്ലേ പിടിക്കണ്ടേ? അതൊക്കെ മറന്നു. ഇത് ഇങ്ങനെയല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാളമുട്ട കിട്ടാതെ പക്ഷെ ഞാൻ അടുത്തയിലേക്ക് പോകും. അങ്ങനെ എങ്ങനെ മാറ്റി വെച്ച് ഏറ്റവും ലാസ്റ്റ് കിട്ടാതിരുന്നവനാണ് ഇവൻ. 3-ാമത്തെയോ 4-ാമത്തെയോ ട്രൈയിൽ ഞാനും കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടോ കിട്ടുന്നില്ല. ഇത് കിട്ടുന്നില്ല. ഇത് വെളിച്ചെണ്ണ ഇട്ടിട്ടെ, ഈ വെളിച്ചെണ്ണ ഈ ഒരു മസാല നോക്കി നല്ല അനുസരണയോടെ ജയിച്ചവരൊന്ന് അനുമോദിക്ക്.
ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുറച്ച് ഭയങ്കര ഭീകര പൊട്ടലായി പോയി. അതെ, അയ്യോ. അഞ്ചി ഫസ്റ്റ് റൗണ്ടില് മികച്ച പ്രകടനമാണ് എനിക്ക് കുറച്ച് വെള്ളം തന്നില്ലേ അടുത്ത റൗണ്ട് ഞാൻ ഉണ്ടാവില്ല. കണ്ടോ ഗൈസ്, കാക്ക അവിടെ സ്വന്തം കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ബാക്കിയൊക്കെ എന്റെ പ്ലേറ്റ് ആണത്. ബാക്കിയൊക്കെ സല്ലു കഴിച്ചു തീർത്തതാട്ടോ. ഞങ്ങള് ചേച്ചി കുറച്ച് അനുഭവിച്ചിട്ട് ചാലഞ്ച് എന്താണ് അത് എത്ര നേരം ട്രൈ ചെയ്തിട്ട്. അതെ, ശരി. നമുക്ക് 1 മിനിറ്റ് സമയത്തിൽ 9 എണ്ണം തിന്നാണ്ടേരും. ഞാൻ എന്നെ ഇത് 9 മിനിറ്റ് സമയത്തിൽ ഒന്നും ഗൈസ്, അടുത്ത റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ വിങ്സ് ആണ്. അത് കൂടാതെ അതിന്റെ വകയിൽ കുറെ സോസും കൂടി കോരി വെച്ചിട്ടുണ്ട്. സ്ലിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണത്. മൊത്തത്തിൽ സോസിൽ പുളിപ്പിച്ചിട്ടുണ്ട് ചിക്കൻ. അല്ലെങ്കിൽ തന്നെ കോഴിമുട്ടന്റെ വരെയൊക്കെ തിന്നാൻ അത് പറ്റില്ല. ഞാൻ ഫസ്റ്റ് റൗണ്ട് വിജയിച്ചതുകൊണ്ട് എനിക്ക് തീരെയും കോൺഫിഡൻസ് ഇപ്പൊ ഇല്ല. കാര്യം ഇത് ഇത്രയും കിട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ല, ഇത് കുറച്ച് വെയിറ്റ് ഉള്ളതല്ലേ, അപ്പൊ നമ്മളിത് ഇങ്ങനെ സോസാ വരുന്ന ഇതിന്റെ മുകളില് വരില്ല. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? റെഡി. ഈ റൗണ്ടിൽ ജയിക്കുന്നൊക്കെ പോയി പറഞ്ഞിട്ട് ആരാ പറഞ്ഞേ? ഞാൻ മോശമാണ് കേട്ടോ. കഴിഞ്ഞ 2-3 കോഴി വെറുതെ അതൊന്നും പറഞ്ഞിട്ട് ഈ ഓരോ പണി വാങ്ങിക്കണം. ഉണ്ടാതിരുന്ന് കഴിച്ചു. ഓക്കെ, റെഡി. 3, 2, 1, സ്റ്റാർട്ട്. അയ്യോ, ഇത് ഞാൻ അഞ്ച് എടുത്താൽ ഞാൻ തല്ലു അഞ്ചിനെ. ഇത് ഉദ്ദേശിച്ച പോലെ തന്നെ 2 കൈ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ചാമിക്ക് കിട്ടി, ചാമിക്ക് കിട്ടി. ഏതെങ്കിലും ഒന്ന് പോയി. അത് താഴെ വീണ്. ഒരു ബൈറ്റ് എങ്ങനെ കൊടുത്തില്ലേ, എനിക്ക് കിട്ടുന്നേ ഇല്ല. അയ്യോ, കിട്ടി 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 കിട്ടി. ഞാൻ ഇതിനോട് കുടിക്കിട്ട് ഇങ്ങനെ കുടിക്കോ. ലാസ്റ്റ് 25 സെക്കൻഡ്. പോയി. ലാസ്റ്റ് 10 seconds. കഴിഞ്ഞു. ടൈം ഔട്ട്. എന്നാലും ചിക്കൻ കടിച്ചിട്ട് അവളെ വിടുള്ളൂ. ഭാഗ്യം എനിക്ക് ടേസ്റ്റ് നോക്കാൻ കിട്ടി. ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ തിന്നാൻ പറ്റും. ഞാൻ താഴെ വീണ കിട്ടില്ലല്ലോ, ഒന്നിച്ചങ്ങോട്ട് ഇറക്കിക്കോ. ഞാൻ എല്ലാം കടിച്ചു തിന്നാനും വേണ്ടിയില്ല. അപ്പൊ ഇവിടെ 2 എണ്ണം തിന്നു. ഞാൻ 2ാമത്തെ ചിക്കൻ എടുത്ത് കടിച്ച്, അതായത് 2ാമത്തെ പീസ് അങ്ങനെ കടിച്ചു. അപ്പോഴാണ് ടൈം തീർന്നത്. അപ്പൊ അങ്ങനെ തന്നെ വായന വെച്ചതല്ലോ. ഒരു ചിക്കൻ തിന്ന് 2ാമത് ചിക്കതാ ഇത്ര ആക്കിയിട്ട് ഞാനിത് ഒരു വിങ്സാ കിട്ടിയത്. അതുകൊണ്ടാട്ടോ അത് 2 ഞാൻ ഒരൊറ്റ വിങ്സ് തിന്നു. എനിക്ക് 2 കടി കിട്ടിയിട്ടേ ഉള്ളൂ. ഇതുണ്ടോ, ഈ ചിക്കനാണ്. ഇത് ഇവിടെ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. എനിക്ക് ഇത്ര കഴിക്കാൻ പറ്റും. ഞാൻ എന്തോ ലക്കിന് ആദ്യത്തെ പീസ് ഇവിടെ ഇങ്ങനെ കുടുങ്ങി ഇങ്ങനെ കിടന്ന് ചിക്കൻ കുടിക്കുകയാണോ നോക്കണേ. ഈ കാര്യം ഇങ്ങനെ കുത്തി വെക്കാൻ പാടില്ല. ഞാൻ കുത്തിയില്ല, ഇങ്ങനെ വെച്ചതാ. ഞാൻ കണ്ട്, ഞാൻ അങ്ങനെ ലോക്ക് ചെയ്ത് നോക്കി നടന്നു. അതാ ഇങ്ങനെ കടന്ന്. അപ്പൊ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കൂടെ പോകുന്നില്ല. അല്ല, ഇങ്ങനെ ലോക്കായി കിടന്നത്. സെക്കൻഡ് റൗണ്ട് ഷാമി ജയിച്ചു. അടുത്ത റൗണ്ടിൽ ഞാൻ ജയിക്കാൻ പോണു. ഇനി വരുന്ന ഫുഡ് പോലെ ഇനിയെങ്കിലും അടുത്ത റൗണ്ടിൽ നമ്മൾ സെറ്റ് ആകണം ശ്രീ. ചാലഞ്ചിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. നമ്മളെ 3rd റൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് ഗ്രേപ്സ് ആണ്. ആ ഗ്രേപ്സിന്റെ സ്കിന്നൊക്കെ മൊത്തം മാറ്റിയിട്ട് അതിന്റെ ഉള്ളിലുള്ള ഫ്ലഷ് മാത്രമായിട്ട് ഗ്രിപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ കോലത്തിലാക്കിയിട്ടിരിക്കും. ഇത് നോക്ക്. കണ്ടോ, ഞാൻ ഫുട്ബോൾ ഇത് മറ്റേ ലിച്ചി റംബൂട്ടാനൊക്കെ ഞാൻ തുടങ്ങുന്നവരെ ഇങ്ങനെ വെക്കട്ടെ. ഇത് കിട്ടുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എന്റെ പ്രതീക്ഷ ഇതിന്റെ ഒരു സ്കിന്ന് പോക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അല്ലെങ്കിൽ ഇത് കിട്ടൂല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലിച്ചൊക്കെ കഴിക്കുന്നവരുണ്ടാവും. ഇത് എത്ര സല്ല് വെച്ച് ഞാൻ എത്ര റൗണ്ടില് ഇത് ഞാൻ പറഞ്ഞ മറ്റേ നൊങ്കൊക്കെ പോലല്ലേ. അയ്യോ അയ്യോ,
എനിക്ക് കിട്ടുന്നില്ല. ലാസ്റ്റ് 30 സെക്കൻഡ്സ്. തിന്നേ പറഞ്ഞു 5. 5 ലാസ്റ്റ് 20 സെക്കൻഡ്സ്. Three, 2, 1. കഴി. എനിക്ക് 4 കാരണം 3-4 ഞാൻ തിന്നുള്ളൂ. ഒന്ന് 20 1 2 3 4 5 പൊട്ടി ഞാൻ 9. അപ്പൊ ഞാൻ 11 തിന്നില്ലേ? 8, 10, 11. ശ്രീന്റെ 11 ബാക്കി, 5ന്റെ 9 ബാക്കി. അപ്പൊ ഞാൻ 11 തിന്ന്, ശ്രീ 9 തിന്ന്. ജയിക്കുന്ന പ്രതീക്ഷിച്ചു. 2, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. 4 അല്ല അത് എനിക്ക് ഏകദേശം അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. അല്ലേ അത് കിട്ടുന്നില്ല. ഞാൻ എനിക്ക് ആദ്യം ശ്രമിച്ച സമയത്ത് കിട്ടിയില്ല, പക്ഷെ ഒറ്റയടിക്ക് കുറെ കിട്ടി. അപ്പൊ ഞാൻ ഫുൾ വായന ഇങ്ങനെ ഫില്ല് സ്കോർ ബോർഡ് ഇവിടെ ഇങ്ങനെ പൊന്തിക്കുന്നത്, പിന്നെ ഒറ്റയ്ക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതോടെ എന്റെ കോൺസെൻട്രേഷൻ പോയി. ഞാൻ ഇവിടെ ഇരുന്നിട്ട് 5ന്റെ കൈ ഇങ്ങനെ പോണതായിട്ട് കാണില്ല. അതെന്താ അറിയോ, ഇക്കയ്യല്ലല്ലോ പോകുന്നു, ഇക്കയ്യല്ല, അത് ഇവിടെ അല്ലേ കാണുള്ളൂ, അതാണ്ടാ. അപ്പൊ ഈ റൗണ്ട് 5 കൊണ്ടുപോയി കഴിച്ചു. അപ്പൊ ടോട്ടൽ 2 റൗണ്ട്, ആകെ 3 റൗണ്ട് കഴിഞ്ഞ സമയത്ത് 2 റൗണ്ട് ഞാനും 1 റൗണ്ട് ഷാമിയാണ് കിട്ടിയത്. ശ്രീക്ക് 0. ഭയങ്കര മോശമാണ്. ഒരു ഈറ്റിംഗ് ചാലഞ്ച് എത്ര വർഷങ്ങളായി ഈറ്റിംഗ് ചാലഞ്ച് നമ്മൾ എത്ര വർഷങ്ങളായിട്ട് ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യുന്ന നമ്മൾ ചോപ്സ്റ്റിക് എത്ര പ്രാവശ്യം ഉപയോഗിച്ചത്, എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതേപോലെ എനിക്ക് വേറെ എന്താ സംഭവിച്ച, ഫസ്റ്റ് റൗണ്ട് പറഞ്ഞ ഞാൻ സെക്കൻഡ് റൗണ്ട് ജയിക്കുന്നു, സെക്കൻഡ് റൗണ്ട് പറഞ്ഞ തേർഡ് റൗണ്ട് ജയിക്കുന്നു, രണ്ടിലും ജയിച്ചില്ല. സാറിന് ഇനി അടുത്ത പിടിച്ചാൽ മതി. അടുത്ത നമുക്ക് വിട്ടുകൊടുത്താലോ എന്ന് വരെ അഥവാ അവിടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ സങ്കടാവും. വിഷമോ. അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റൗണ്ടിലെ ഷെസ്വാൻ മോമോസ് ആണ്. വയറ് നിറഞ്ഞ് എനിക്ക് തിന്നാൻ പറ്റും തോന്നുന്നില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും വയറ് നിറഞ്ഞു. പക്ഷെ നമുക്ക് ജയിച്ചേ പറ്റൂ. ഞാൻ എനിക്കൊന്നും വലിയ കഴിക്കാൻ കിട്ടില്ല. ആരെയും തിന്നില്ല. അപ്പൊ ശ്രീക്ക് ഇതിനുള്ള സ്ഥലമുണ്ട്. എനിക്ക് വയറ് നിറഞ്ഞു, എനിക്ക് നല്ല വയറുണ്ട്, അതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നറിയില്ല. പിന്നെ ഇത് കിട്ടിയാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, നല്ല അടിപൊളി ഷെസ്വാൻ മോമോസ് ആണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ സൈസിലുള്ളതല്ലേ. കിട്ടി. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ കിട്ടും, അല്ലാതെ കിട്ടൂല. ഇതിങ്ങനെ ഷെസ്വാൻ സോസിലൊക്കെ ആയിട്ടുള്ള മോമോസ് ആണ്. തോന്നുന്നല്ലേ? ഇവിടെ അടിക്കുന്നുണ്ട്. Okay, start ചെയ്യാം. 3, 2, 1, start. ഇത് കിട്ടുന്നുണ്ടല്ലോ, സ്ലിപ്പറി ഉണ്ടല്ലോ. എന്തോ ലക്ക്. മോനെ എന്ത് തരുവാ? എരിവെന്ന് ആലോചിക്കുമ്പോഴേ പേടിയാവുന്നു. എനിക്ക് വയറ് നിറഞ്ഞതാ. 30 സെക്കൻഡ് ബാക്കി. കേട്ടോ, അത് എന്താണ് പ്ലേറ്റിന് 3 ആള്. ഒരു ചെറിയ വ്യത്യാസത. ഇവര് 3 വീതം കഴിച്ച് 3 പ്ലേറ്റിൽ ബാക്കിയുണ്ട്. ഞാൻ 4 പ്ലേറ്റിൽ വെച്ചിട്ട് 2 കഴിച്ചത്. നല്ലൊരുണ്ട്. ഷാമിയാ ജയിച്ചത്. തലനാരിഴക്ക് ചെറിയ ഡിഫറൻസിൽ ഷാമിയാണ് കഴിച്ചത്. ഞാൻ ഈ റൗണ്ടിൽ ജയിച്ചെന്ന് വിചാരിച്ചതാ. അതെ, അപ്പൊ ഷാമിക്ക് 2 പോയിന്റ്, എനിക്ക് 2 പോയിന്റ്, ശ്രീ ഇപ്പോഴും സോറി, ഞാൻ 1 പോയിന്റ് വെക്കാണ്. ഇനി കാരണം നിങ്ങൾ രണ്ടുപേര് ഈക്വൽ അല്ലേ? ടൈ ബ്രേക്കർ. ഓക്കെ, അപ്പൊ അടുത്തേക്ക് ജയിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഫസ്റ്റ്. കുറച്ച് വെള്ളം തരുമോ? ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് വന്നിരിക്കുന്നത് പ്ലം
പ്ലംസ് ആണ് കേട്ടോ. ഇത് നല്ല ഞാൻ കഴിക്കാത്തൊരു ഫ്രൂട്ട്, എനിക്ക് വലിയ താല്പര്യമില്ലാത്ത എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണിത്. ഒന്ന് കിട്ടി ഗൈസ്, കണ്ടോ അത്. പക്ഷെ കിട്ടിക്കഴിഞ്ഞ കിട്ടുന്നുണ്ട്, പക്ഷെ അത് അതേപോലെ തന്നെ ഒന്ന് എടുത്തു കഴിഞ്ഞാല് അതിനുള്ള ജ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി സ്ലിപ്പറി ആവും, പ്രശ്നമാവും. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. പിന്നെ നല്ല വെയിറ്റ് ഉള്ളതായതുകൊണ്ട് ഈ ചോപ്സ്റ്റിക്കിന്റെ പോലെ നമ്മൾ എടുത്ത് ഇങ്ങനെ കഴിക്കാനൊക്കെ ഒരു ബൈറ്റ് എടുത്ത് താഴെ വെച്ച് ഒക്കെ കഴിക്കണം, ബുദ്ധിമുട്ടാണ്. സ്ത്രീകളൊക്കെ എടുക്കും. ഇത് തുടങ്ങി കണ്ടോ ഇതുണ്ടോ, ഇതിങ്ങനെ സ്ലിപ്പായി പോകാൻ നല്ല ചാൻസ് ഉള്ള സാധനം. എവിടെ എനിക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ. വീട് അല്ല അല്ല ഞാൻ കൂട്ടിയട്ടെ. ഓക്കെ റെഡി. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കിട്ടൂല. തുടങ്ങി ഇതിന് കുറെ കാര്യം മറന്നു കഴിഞ്ഞു. എനിക്കിഷ്ടായില്ല. Last 30 seconds. അതിനെവിടെയാ പൊഴി നടുവില്ല. ഇത് കിട്ടില്ലല്ലോ. Last 10 seconds. Three, two, one. കഴിഞ്ഞു. ഞാൻ മൂന്നെണ്ണം കഴിച്ചു. ബാക്കിന്റെ പ്ലേറ്റിൽ രണ്ടെണ്ണം, ടോട്ടൽ 3 എണ്ണം ബാക്കിണ്ടാവും. ഞാൻ ആദ്യം ഇറക്കിയതുകൊണ്ട് ഞാനല്ലേ റൗണ്ടിൽ ജയിച്ചത്. ഒരു കുരു ഉണ്ടല്ലേ, ഒന്ന് ഇഷ്ടമായില്ല. ഇഷ്ടമാവുന്നല്ല, കിട്ടാനാണ്. പക്ഷെ ഇത് കഴിച്ച് നല്ല മധുരം കിട്ടും. അത് ഞാൻ ഈ കുരു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് വിചാരിച്ചറിയോ, ആപ്പിൾ പോലെ സെന്ററിലാണ് കുരു. ഈ സാധനം ഞാൻ ഇതിന് മുന്നേ കഴിച്ചില്ല. അതിനോട് ആപ്പിൾ നിന്ന് പോലെ തിന്ന് വന്നപ്പോ ഇത് ഒറ്റയടിക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനുള്ളതുള്ളൂ കഴിച്ചു. ഇവള് കടിച്ച് സാധനം കഴിക്കുന്നത് എനിക്കറിയോ. അത് ആപ്പിൾ പോലെ ഫീൽ ചെയ്തില്ലേ. ഞാനിപ്പോ അങ്ങനെ കടിച്ച് ഇനിയിപ്പോ കുരു അങ്ങനെ വിഴുകി പോണ്ട വെച്ചിട്ട് ദാരുണമായി പൊട്ടിയിരിക്കുന്നു. 5 റൗണ്ടിൽ ഒരു റൗണ്ട് പോലും ജയിച്ചിട്ടില്ല. ഫുഡാണെങ്കിൽ 3 എണ്ണത്തിന് മോള് തിന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ തിന്ന ഏതാ അതില്? മോമോസ് എത്ര എണ്ണം? 3 എണ്ണം. മുന്തിരിയോ? മുന്തിരി 9 എണ്ണം. മുന്തിരി കഴിച്ചു 9 എണ്ണം. ഈ മോമോസിന്റെ കോമ്പറ്റീഷൻ അവർക്ക് കൊടുത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. കോമ്പറ്റീഷൻ കിട്ടിയില്ല, ഇങ്ങനത്തെ സാധനത്തിലൊന്നും കിട്ടിയില്ല. ഇതിന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയ പ്ലംസ് ആണ് ഗൈസ്. എല്ലാ റൗണ്ടിലും ഓരോന്ന് വീതം നിലത്ത്. ഇത് ഞാനിങ്ങനെ എടുത്ത് തിന്നാൻ പോവേനെ, അപ്പൊ ഇതിന്റെ മോൻ സ്ലിപ്പായി പോയി. എന്തായാലും ഈ ഒരു ചാലഞ്ചിൽ അതിദാരുണമായി ഞാൻ പൊട്ടി വീരെല്ലാവരും ഈ ചാലഞ്ചില് വളരെ കഷ്ടപ്പെട്ട് 5 ജയിച്ചതായിട്ട് വയറ് നിറഞ്ഞിട്ടെങ്കിൽ 2 ദിവസത്തേക്ക് ഇനി ഒന്നും വേണ്ട. അത്രയും സാധനങ്ങൾ ഞാൻ തിന്ന് നിറച്ചിട്ടുണ്ട്. വയറൊഴിവുണ്ട്, കാരണം എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ടോട്ടൽ 5 3 റൗണ്ടിലാണ് ഗൈസ് ജയിച്ചത്. ഫസ്റ്റ് റൗണ്ടിൽ ഞാന് കാടമുട്ട കഴിച്ചിട്ട് ജയിച്ച്. രണ്ടാമത്തെ റൗണ്ടിൽ എന്തായിരുന്നു? രണ്ടാമത്തെ റൗണ്ടിൽ മുന്തിരി ജയിച്ചത്. അല്ല, മുന്തിരി അല്ല, ഞാൻ വിങ്സ് വിങ്സ് കഴിച്ചിട്ട് ഷാമി ജയിച്ച്. മൂന്നാമത്തെ റൗണ്ട് മുന്തിരി ആയിരുന്നു, ഞാൻ ജയിച്ചു. 4ാമത്തെ റൗണ്ടില് മോമോസ് ഷാമി ജയിച്ചു. ഇല്ലട്ടോ, 5ാമത്തെ റൗണ്ട് പ്ലംസ് വന്നു, അത് ഞാൻ ജയിച്ചു. അങ്ങനെ 3 റൗണ്ടിൽ ഞാൻ ജയിച്ചു. സാറിലടാ, എനിക്ക് ഇടയ്ക്ക് എപ്പോഴും പറ്റുന്നതാണ് ഈ തോൽവി. ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും തോൽവി ഏറ്റുവാങ്ങുമ്പോ എന്ത് തോന്നുന്നു? എനിക്ക് ഭയങ്കര ചെയ്യുമ്പോൾ, കാരണം നമ്മൾ ട്രൈ ചെയ്തിട്ടും വിൻ ചെയ്യാൻ പറ്റാതിരിക്കുക എന്നുള്ളത് വല്ലാത്തൊരു അവസ്ഥയാണ്. പക്ഷെ സമാധാനിക്കാൻ ട്രൈ ചെയ്തല്ലോ. അതെ, ട്രൈ ചെയ്തല്ലോ. ഞാൻ പൂർവ്വദേശത്തിയുടെ അടുത്തൊരു ഈറ്റിംഗ് ചാലഞ്ച് തിരിച്ചു വരുന്നതായിരിക്കും. വേഗം തന്നെ വെയിറ്റിംഗ് ചാലഞ്ച് വെക്കണം, ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഗൈസ്, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നല്ല ഫണ്ണായിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളെ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് സഞ്ജിത, സൈനിങ് ഓഫ്.